ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ രാജ്യമാണിത്. അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, എന്നെ കാണുന്ന എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാലൻസ് ഉള്ളത് 16 കണ്ടസ്റ്റൻറ്റുകളാണ് അല്ലേ, 2 പേര് ഔട്ടായി. അപ്പോൾ 17 പേരാണുള്ളത്, അതിൽ ആദില നൂറ ഒന്നാണ്. അപ്പോൾ ഈ 16 കണ്ടസ്റ്റൻറ്റുകളിൽ ആരാണ് ഏറ്റവും ഇപ്പോൾ ബെറ്റർ ആയിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ പറയും. അപ്പം നമ്മൾ ആദ്യം തൊട്ട് ഏറ്റവും വീക്കായിട്ടുള്ളവരും ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നിയ ഒരാളെയാണ്, അവരെക്കുറിച്ച് ഒരു അവലോകനം നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഒന്ന് അവലോകനം ചെയ്തു പോവാം. നമ്മളിപ്പോൾ ഓരോരുത്തരെ കളിയല്ലേ കാണുന്നത്. ഇപ്പം ഈ 15 ദിവസമായി. ഈ 15 ദിവസത്തിനുള്ളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയ ആളിനെ നിങ്ങൾ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഗെയിമാണ് നോക്കുന്നത്, വേറെ ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല. ഗെയിമിനത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ബിൻസി എന്തായാലും ഔട്ടായി, പിന്നെ ഇപ്പോൾ ബിൻസിനെ നമ്മൾ പരാമർശിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും വീക്കായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത്, ഇപ്പം ഈ ഹൗസിൽ ഇനി നാളെ കളിച്ചുകൂടാനില്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ രേണുവിനെ തന്നെയാണ്. കാരണം രേണുവിന് കണ്ടന്റ് ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ആ കൊച്ചിന് എന്താണ് ബിഗ് ബോസ് ഷോ എങ്ങനെ കളിക്കണമെന്ന് അറിയില്ല. അത് അതിൻ്റെ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്നാൽ മതി, കയറിയാൽ മതി എന്ന് ഉള്ള ഒരവസ്ഥയിലാണ്. അപ്പം രേണു സുധിയുടെ ഒരു PR-ൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ആ കമൻറ്റിന് എനിക്ക് കുറച്ച് മറുപടി പറയാനുണ്ട്. കാരണം എഴുതി അയച്ചാൽ ആ മറുപടി കൃത്യമാവത്തില്ല. അതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്ക് കമൻറ്റ് എഴുതി അയക്കാൻ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ഏറ്റവും വീക്കായിട്ട് തോന്നിയത് രേണുവാണ്. അപ്പോൾ രേണുവിൻ്റെ കളി വേറൊന്നുമല്ല, ഇനി രേണു ചിലപ്പോൾ കളിക്കാം, രേണുവിന് പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാവാം. അപ്പോൾ രേണു അവിടെ നിന്നിട്ട് കളിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും വീക്കായിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ളത് രേണുവാണ്. പക്ഷേ ബിൻസി നന്നായിട്ട് കളിച്ച് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പാനിയുമായിട്ടുള്ള ആ ഒരു കൂട്ടും ഒക്കെ കൊണ്ടായിരിക്കാം മേ ബി. ഞാൻ നേരത്തെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കും. ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ചിലവർക്ക് അരോചകമായിട്ട് തോന്നും, ഇതെന്തിനാ ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് വേഗത്തിൽ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ചില ഹാബിറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു പോകണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതും ഒരു കാരണമാവും. പിന്നെ അവളുടെ സംസാരമാണല്ല, ബിൻസിയുടെ സംസാരമാണ് അവളുടെ ജീവിതം തന്നെ. നമ്മുടെ വക്കീലായതുകൊണ്ട് എൻ്റെയും ഒരു സംസാരമാണ് എൻ്റെയും ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബിൻസി നന്നായിട്ട് ഇനി കുറച്ചും കൂടി അത് കിട്ടിയെങ്കിൽ കളിച്ചേനെ. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓരോ വീക്കും നമ്മൾ വോട്ടിൽ തന്നെയാണ്, പ്രേക്ഷകരുടെ ഇഷ്ടമാണ് പ്രധാനം. അല്ലെങ്കിൽ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നവർ പുറത്ത് വേണ്ട എന്ന് വിചാരിക്കുന്നതിന് പോയേ പറ്റൂ. അപ്പോൾ സേഫ് ഗെയിമേഴ്സ് അവിടെ ഇരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മിഡ് വീക്ക് എവിക്ഷൻ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മിക്കവാറും. പിന്നെ രേണു കുറച്ചും കൂടി നിൽക്കുമെന്ന് തോന്നുന്നു. കാരണം രേണുവിന് ഇവിടെ വലിയൊരു PR ടീമുണ്ട്. അപ്പോൾ PR ടീമിനെ നിർത്തിയിരിക്കുന്നുണ്ട്. ഒരുവിധം 10-50 ദിവസത്തേക്ക് രേണു അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇനി ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ മോശമായിട്ട് ഈ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നിയത് രേണുവാണ്. രണ്ടാമത് എനിക്ക് ഒനിയലിനെയാണ് തോന്നിയത്. ആർക്കെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാവും. കാരണം ഒനിയൽ നമ്മൾ ആഗ്രഹിച്ച കണക്കല്ലേ, നമ്മൾ വിചാരിച്ച ഒനിയൽ സാബു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച കണക്കൊരു ഗെയിമിലേക്ക് എത്തിയില്ല. പുള്ളി ആദ്യത്തെ വീക്കിൽ കിച്ചണിലായിരുന്നു. അപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര കളിയൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതും നമ്മൾ കണ്ടില്ല. പിന്നെ മിഡ് വീക്ക് എഡിഷനിൽ പുറത്തുപോയി. ഇപ്പോൾ 48 മണിക്കൂർ പുറത്തുമായിരുന്നു. അപ്പോൾ സെക്കൻഡായിട്ട് എനിക്ക് തോന്നിയത് ഒനിയലിനെയാണ്. മൂന്നാമത് എനിക്ക് തോന്നിയത് ശൈത്യയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും കമൻറ്റ് അറിയിക്കട്ടെ, എന്നെങ്കിലും എനിക്കത് ഒന്നും കൂടി റിയലൈസ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കറക്റ്റ് ആണല്ലോ എന്ന് തോന്നും. കാരണം നമുക്ക് ക്രിറ്റിസിസം, വിമർശിക്കുന്നത് എപ്പോഴും, വിമർശനമായാലും സപ്പോർട്ടായാലും നമ്മൾ എപ്പോഴും ആ കമൻറ്റ്സ് എടുത്തു വെച്ച് നോക്കുന്ന ഒരാളാണ് ഞാൻ. ആ കമൻറ്റ്സിനെല്ലാം ഞാൻ മാക്സിമം റിപ്ലൈയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് അറിയിക്കാം. അപ്പോൾ ശൈത്യയാണ് മൂന്നാമത്. ശൈത്യ റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്തിട്ടുള്ളതും കോമഡിയൊക്കെ ചെയ്ത് സ്കിറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പ്ലാറ്റ്ഫോമിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ശൈത്യ ഇത്രയും എന്താ പറഞ്ഞ അങ്ങ് കോർണറായി പോയത്, അല്ലെങ്കിൽ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവർ വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് വഴക്കിടിയിലുള്ള ഒരു ഷോയാണ്, വഴക്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നാണ്. പക്ഷെ അല്ല, ബിഗ് ബോസ് ഷോയിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് എല്ലാവർക്കും കൊടുക്കാനുണ്ട്. ആ മെസ്സേജസ് പാസ് ചെയ്യുക, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരിക, പാട്ടാണെങ്കിൽ പാട്ട്, നൃത്തമാണെങ്കിൽ നൃത്തം,
സ്കിറ്റാണെങ്കിൽ സ്കിറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇല്ല. ഈ വെറുതെ ഇരിക്കുന്ന ഈ നുണയും കൊതിയും പറയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഷൈത്തെ കുറിച്ച് കഴിവുള്ള കുട്ടിയാണ്. പിന്നെ അതുപോലെ LLB കഴിഞ്ഞ് വക്കീലായിട്ട് അത് ഇപ്പോൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഷൈത്തയാണ് ആ ഒരു 3ലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലാസ്റ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സരിഗേനെ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, കലാഭവൻ സരിഗ. കാരണം നമുക്കൊരു എൻ്റർടൈനർ ആയിരിക്കും, കാരണം കുറച്ച് മിമിക്രി കാര്യങ്ങൾ ഒക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് ഞാൻ അത്യാവശ്യം നമ്മൾ സ്കൂളിലൊക്കെ ഉള്ള ഇതിലെല്ലാം വിവരക്കേടിന് സ്റ്റേജിലൊക്കെ കയറി ഇരുന്ന് മോണോക്ട് അതൊക്കെ ചെയ്യണ ഒരാളായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ അത് കണക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു എൻ്റർടൈൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ സരിഗ ചുമ്മാ ഓരോ ആൾക്കാരുടെ കൂടെ ചെന്ന് ഗ്രൂപ്പ് കാണിച്ച് അവരുടെ കിട്ടും, കുറ്റം പറയും, ഇപ്പുറത്ത് വന്ന് കുറ്റം പറയും, അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അവരെ തോന്നിപ്പിക്കും. അതെന്തൊരു വേറൊരു ഗെയിം. അത് നമുക്ക് എനിക്കെന്തോ അങ്ങോട്ട് സരിഗേനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത കണക്ക് സരിഗ വന്നില്ല, കലാഭവൻ സരിഗ. അതിന് ശേഷം വരുന്നത് നിവിനാണ് കേട്ടോ. അപ്പോൾ നിവിനാണ് ഒരു എൻ്റർടൈനർ കൊറിയോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പാട്ടൊക്കെ കൊടുത്തിട്ട് നിവിൻ ആ പാട്ട് ചെയ്യിക്കാനോ പിന്നെ അതൊന്ന് കൊറിയോഗ്രാഫി ചെയ്യാനോ ഒന്നും മെനക്കെട്ടില്ല. ഞാൻ ആലോചിച്ചു, ഞാനിവിടെ പറയുകയും ചെയ്തു, നിവിൻ ഒരു കൊറിയോഗ്രാഫർ ആണെന്നും പറഞ്ഞാണല്ലോ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു പാട്ട് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ, എൻ്റർടൈൻമെൻറ്റ് ടാസ്ക് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്യാഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. അപ്പം നിവിൻ നമ്മൾ വിചാരിച്ചില്ല, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞു പിന്നെ അത് ഇത് കാണിക്കണം, ഇത് ചെയ്യണം. കാരണം അത് പ്രേക്ഷകർക്കും കൂടി നമുക്ക് ഓരോരുത്തർക്ക് ഒരു കാര്യം അവർക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് കരാട്ടെ അറിയാം, അല്ലെങ്കിൽ പോട്ടെ ഒരാൾക്ക് കളരി അറിയാം. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സർസൈസ് സുംബ അറിയാം. അപ്പം നമുക്കും ഒക്കെ അതൊരു ഇൻസ്പിറേഷനാണ്, നമുക്കൊക്കെ അത് ചെയ്യാൻ അവരെ കൂടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും പ്രേക്ഷകർക്ക്. അതൊക്കെ പ്രധാനമാണ്. ഞാൻ സൊസൈറ്റിക്കുള്ളൊരു നമ്മുടെ പിന്നെ ഒരു സമൂഹത്തിനേക്കുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളത്, എൻ്റർടൈൻ ചെയ്യുക. അപ്പോൾ അത് നിവിൻ അതിനകത്തൊരു ഫെയിലിയർ, ഇതുവരെയും ഒരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിവിൻ അത് മാറ്റി ഒന്ന് കളിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിവിൻ എന്തൊക്കെ കഴിവുകളുണ്ട് അതെല്ലാം അങ്ങ് വെറുതെ കാണിക്കുക. നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയതല്ലേ, നമ്മളെന്തിനാ വെറുതെ അത് യൂസ് ചെയ്യണ്ടേ? അത് വെറുതെ അങ്ങ് നമ്മൾ കളയുന്ന എന്തിനാണ്, പാഴാക്കി കളയുന്ന എന്തിനാണ്? നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അത് നന്നായിട്ടൊന്ന് യൂസ് ചെയ്യൂ. അതാണ് എനിക്കിവിടെ നിവിനെ കുറിച്ച് തോന്നിയത് കേട്ടോ. യൂസ് ചെയ്യുന്നേ ഇല്ല. നമുക്ക് ഇപ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, എനിക്ക് എന്തറിയാം, ഏത് നല്ലതായിക്കോട്ടെ ചീത്തയായിട്ട്. ചിലപ്പോൾ നമ്മളെല്ലാം വലിയ വലിയ അങ്ങേയറ്റത്തെ ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ പാട്ട് പാടാൻ ഇപ്പം ഞാൻ ആദ്യം ഒരു കവിതയുടെ 2 വരി ചൊല്ലി, എനിക്കറിയാമോ അത് വെറും വിവരക്കേടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് നിങ്ങൾ വാവത്ത് ചിരിച്ചാണ്, പക്ഷെ ഞാനങ്ങ് ചൊല്ലി, അതെൻ്റെ ഇഷ്ടമാണ്. അത് നല്ലതോ ചീത്തയോ അത് നമ്മളങ്ങ് ചെയ്യും. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്, അതിനകത്ത് നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യുക. അപ്പം നിവിൻ അതിനകത്തൊരു ഫെയിലറാണ് ഇതുവരെ, 15 ദിവസമായി. ഇനി അടുത്തത് ശാരികയാണ്. ശാരിക ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ മിഡ് വീക്ക് എവിക്ഷനിൽ. അപ്പോൾ ശാരിക നമ്മളിവിടെ ഭയങ്കര കുറേ മെസ്സേജുകൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല കുട്ടികൾക്കായാലും ഒക്കെ പറയും. പിന്നെ ഇതാണൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഇപ്പം നമ്മളെയൊക്കെ പോലെ എന്നെ പോലെയൊക്കെ സിംഗിൾ പാരൻ്റ് ആണ് പുള്ളിക്കാരി. അപ്പോൾ സിംഗിൾ പാരൻ്റ് എന്നുള്ള രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്ത് വന്നതാണ് എന്നുള്ളതൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രഗിൾ എങ്ങനെയാണ് അവർ ആ സ്ട്രഗിൾ ചെയ്ത് വന്ന കാര്യം, പിന്നെ അതെങ്ങനെയാണ് നമുക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുക മറ്റുള്ള സ്ത്രീകൾക്ക്. ഇനി ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ, ഭർത്തൃ പീഡനം, സ്ത്രീധന പീഡനം, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ പെൺകൊച്ചുങ്ങൾ. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ? നമുക്ക് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ഉണ്ട്, നമ്മൾ അത് ശ്രമിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശാരികയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ശാരിക ഇതുവരെ അതിന് ഒരു മുൻകൈ എടുക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം, അവിടെയുള്ള കണ്ടസ്റ്റന്റുകളെ എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അനീഷിനെ ശ്രദ്ധിക്കരുത്, അതൊരു ഗെയിം ആയിരുന്നു. അതുകൊണ്ട് ശാരികയ്ക്ക് ഞാൻ ഇത്ര ഒരു പ്ലേസ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ജിസേലാണ്. അപ്പോൾ ജിസേൽ ഇപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ജിസേൽ അതിന് വലിയ സംഭവമായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. വളരെ ഹ്യൂമാനിറ്റിയുള്ള പേഴ്സൺ. എന്ത് ഹ്യൂമാനിറ്റിയാണ് അവിടെ ഞാൻ കണ്ടില്ല. എല്ലാവരുടെ ഇരുന്ന് മലയാളം സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് മലയാളം కొంచెం പേശുന്നുണ്ട്. പക്ഷേ അത് വലിയ ഹ്യൂമാനിറ്റിയുടെ ഒരു കൺസിഡറേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് റൂൾ ബ്രേക്കിംഗ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ഇടാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കത്തില്ല, അയ്യോ എനിക്കൊന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക് കിട്ടില്ല. ഞാനിപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്ത് കണ്ണ് വരച്ച് ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അത്യാവശ്യം ലൈറ്റ് കളർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ലിപ്സ്റ്റിക് അഡിക്റ്റ് ആയിപ്പോയി. അപ്പോൾ അതേ കണക്കുള്ള ഒരു റൂൾ. പക്ഷേ റൂൾ എന്ന് പറയുന്ന റൂൾ ബ്രേക്ക് ചെയ്യാനുള്ളതല്ല, റൂൾ നമ്മളിപ്പോഴും ഫോളോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് റൂൾ ബ്രേക്കിംഗ് ജിസേൽ ചെയ്തത് കൊണ്ട് തന്നെ അത് ജിസേലിന് ഒരു ലാസ്റ്റിൽ നിന്നും ഒരു 7ാമത്തെ സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഓരോ സ്ഥലങ്ങളിലുള്ളത്.
പിന്നെ ആദില നൂറയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിന് ടോപ്പിലാണ്. ജിസേലിന് മുന്നിൽ വരും ആദില നൂറ. നമ്മൾ പ്രതീക്ഷയുള്ള ആദില നൂറിനെ ഒരു കുറച്ച് നെഗറ്റീവും, കാരണം ഇത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന രീതിയിൽ ഇഷ്ടപ്പെടാത്ത, കാരണം കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഏത് പാരൻസ് ആയാലും അങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അച്ഛനും ഇപ്പം ഭർത്താവും ഇപ്പം എത്രയോ, ഞാൻ നേരത്തെ പറയുന്നത് പീഡനങ്ങൾ എത്രയോ നടക്കുന്നു, എത്ര സ്ത്രീ പീഡനങ്ങൾ, എത്ര ആൾക്കാർ മരിക്കുന്നു, എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, എത്ര ആൾക്കാരെ കൊല്ലുന്നു. അതിലും ഭേദം അവർക്ക് ഇഷ്ടമുള്ളവരെ കൂടെ ജീവിക്കട്ടെ. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്, പ്രത്യുൽപാദനം. നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ സന്താന ഉൽപാദനം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് അവരുടെ ഇഷ്ടമാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ, എത്ര കാലം വേണമെങ്കിലും ജീവിക്കട്ടെ. അവരിപ്പോൾ ഹാപ്പിയാണ്, കുട്ടികൾ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു. അവരങ്ങനെ പോകട്ടെ അല്ലേ, അവരങ്ങനെ പോകട്ടെ. പിന്നെ നമ്മളിപ്പോൾ അവരെ എതിർത്തിട്ട് കാര്യമില്ല. അവരിപ്പോൾ 3-4 വർഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പിന്നെ അവരുടെ ക്യാരക്ടർ എനിക്ക് തോന്നിയില്ല അവരൊരുപാട് ഭയങ്കരമായിട്ട് കിടന്ന് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറോ അങ്ങനെയൊന്നും അല്ല. അവർ കുറച്ച് ശാന്തരായ സ്വഭാവം. പക്ഷേ ബിഗ് ബോസ് ബിബിക്ക് പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല അവർ, അതുള്ളത് പറയാമല്ലോ ബിബിക്ക്. പക്ഷേ അതിൽ കുറച്ച് സംസാരിക്കും, നൂറ കുറച്ചൊരു സൈലൻ്റ് ആണ്. പിന്നെ അവരുടെ ഡ്രസ്സിങ്, അതവരെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ ആണല്ലോ. പിന്നെ അവരുടെ ഇഷ്ടമാണ്, നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് നമ്മുടെ ഡ്രസ്സ്. ഇപ്പം ഞാനിപ്പോൾ ഈ സെറ്റ് കൊണ്ടുകൊടുത്ത് അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. ഇപ്പം അമ്പലത്തിൽ പോകണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ചുരിദാർ ഇടാം. അപ്പം ഞാൻ ഇന്ന് ചിങ്ങം 1-ാം തീയതി സെറ്റും മുണ്ടും തന്നെ ഉടുക്കണം എന്നുള്ള എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഡ്രസ്സിങ് നമ്മുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്, അതിനെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ ഒരു ഷോയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിരുന്നു. അതൊരു ഇപ്പം ഞാൻ പറഞ്ഞ തള്ള വൈബാണ് കേട്ടോ. മറ്റേത് ഞാൻ ജെൻസിൻ്റെ കൂടെ ചേർന്ന 2 തലമുറയുടെ കൂടെ നമ്മൾ നിൽക്കണമല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഡബിൾ സ്റ്റാൻഡാണ്. ഡബിൾ സ്റ്റാൻഡ് അല്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ ഇഷ്ടമുള്ള പേഴ്സണൽ ചോയ്സാണ് അവനവൻ്റെ ഡ്രസ്സ്. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് റിയാലിറ്റി ഷോയിലേക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നില്ലേ, പല തരത്തിലുള്ള ആൾക്കാരാണ്, കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മമാർ വരെയുള്ള ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കാം ആദില നൂറാക്ക്. പിന്നെ അടുത്തത് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിൽ സ്ഥാനം കൊടുക്കുന്ന അപ്പാനിക്കാണ്. അപ്പാനിക്ക് പെട്ടെന്ന് ട്രിഗർ ആവുന്ന പേഴ്സണാണ്. അപ്പാനി പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പാനി ഒരു കാര്യമില്ലാതാണ് അനീഷിനെ പുറകെയാണ് ദേഷ്യപ്പെടുന്നത്. അപ്പാനിക്ക് അപ്പാനിയുടെ കളി നോക്കിയാൽ മതി. അപ്പാനിക്ക് അപ്പാനിയുടെ ഒരു കളി പിന്തുടർന്നുകൊണ്ട്, ഒരു സ്ട്രാറ്റജി പിന്തുടർന്ന് കളിച്ചു കഴിഞ്ഞാൽ അപ്പാനി നല്ലതാണ്. അപ്പാനിക്ക് ഒരു തോന്നലുണ്ട്, അപ്പാനി വലിയൊരു ആർട്ടിസ്റ്റാണ്, ഒരു സിനിമാ നടനാണ്. അപ്പോൾ അപ്പാനി അതുപോലുള്ളൊരു ബിഹേവിയറാണ് അവിടെ കാണിക്കുന്നത്. അത് അപ്പാനിക്ക് ദോഷം ചെയ്യും. അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി തന്നെ കുറച്ച് ആൾക്കാർ വളരെ നല്ല കണ്ടസ്റ്റൻ്റ് ആയിരിക്കും, നമുക്ക് നല്ലൊരു കണ്ടന്റുകളൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടിരുന്ന ആളാണ്. അപ്പോൾ അതെനിക്ക് ഒരു നിരാശയായിരുന്നു കേട്ടോ അപ്പാനിയെ കുറിച്ച്. പിന്നെ അടുത്ത ടോപ്പിൽ വരുന്ന അക്ബർ. അപ്പാനിയെക്കാട്ടി കുറച്ചും കൂടി മെച്യൂർഡാണ് അക്ബർ. പക്ഷേ അവർ ഈ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും പോലെ ഗ്രൂപ്പിസം, അവരൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്തുള്ള പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് കുറച്ച് പെൺകുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി ഓരോന്നൊക്കെ അവരെ ഉപദേശിച്ചു കൊടുത്ത് അവരെ ഗ്രൂപ്പിലേക്ക് ചെയ്യുന്ന ഒരു കളിയാണ് അവിടെ കാണുന്നത്. അതും അവരുടെ ചിലപ്പോൾ സ്ട്രാറ്റജി ആയിരിക്കാം മേ ബി, കാരണം നോമിനേഷനൊക്കെ വരുമ്പോൾ ഗ്രൂപ്പ് വേണമല്ലോ. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി നോമിനേഷൻ പിടിച്ചിട്ട് അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് അവർക്കറിയില്ല, അതായിരിക്കാം. അതിന് മുന്നിലേക്ക് വരുന്ന അഭിലാഷാണ്. അഭിലാഷ് ആദ്യത്തെ വീക്കിൽ നിന്ന് സെക്കൻഡ് വീക്കിലേക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. ആ മാറി എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദേഷ്യങ്ങൾ കുറച്ചു. പിന്നെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പം അനുമോളും നമ്മുടെ ജിസേലും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. അപ്പോൾ അതൊരു നല്ല ഒരു സ്വഭാവമാണ്. കാരണം നമ്മളൊരു വഴക്കുണ്ടാകുന്നിടത്ത് തീർച്ചയായും അവരെ ഒരു കോംപ്രമൈസ് ചെയ്യുക, മീഡിയേഷൻ കുറച്ചും കൂടി നല്ലതാണ്. കാരണം അടി ഉണ്ടാക്കുന്ന മാക്സിമം അടി ഉണ്ടാക്കാതിരിക്കാൻ സംസാരിക്കാം. പക്ഷെ അതിനകത്തൊരു അതൊരു കണ്ടന്റ് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ അത് അഭിലാഷിന്റെ പിന്നെ ഒരു ഗെയിം ആയിരിക്കാം മേ ബി, അതെന്തായിക്കോട്ടെ. പക്ഷെ എന്നാലും അഭിലാഷ് കഴിഞ്ഞ ആഴ്ചത്തെയും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ അപ്പാനിയുടെ അക്ബറിന്റെ ഒക്കെ ടോപ്പിൽ വരും അഭിലാഷ്. അതിനും ടോപ്പിൽ വരും ബിന്നി സൈലന്റ് ആണെങ്കിലും ബിന്നി ഇപ്പോൾ ഒരു നെഗറ്റീവ് കളിയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അതെനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ബിന്നി കളിക്കുന്നുണ്ട്, പക്ഷെ ബിന്നി വേറൊരു കളിയാണ്, ഒരു കുത്തിത്തിരിപ്പ് കളി പോലൊരു, അതും ചിലപ്പോൾ ബിന്നിയുടെ സ്ട്രാറ്റജി ആയിരിക്കും, ഒരു കുത്തിത്തിരിപ്പ് കളി. അപ്പോൾ ബിന്നി പക്ഷേ അവരെയും അഭിലാഷിനെയും കാട്ടിയൊക്കെ ടോപ്പായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു 15 ദിവസം കൊണ്ട് ഉള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു യാത്ര. അവരിൽ ആരൊക്കെയാണ് ടോപ്പ്, ആരൊക്കെയാണ് കുറച്ച് താന്ന് നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല കേട്ടോ.
പിന്നെ അതിന് മുകളിൽ ബിന്നിക്ക് മുകളിൽ അനുമോൾ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് കളിച്ചു, കണ്ടന്റ് ഉണ്ടാക്കി. ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു CID മൂസയെ പോലെ CID അനുമോളായിട്ട് ജിസേലിന് അത് സത്യം പറഞ്ഞാൽ അത് ചെയ്യണം. കാരണം നമ്മൾ ഒരു റൂൾ ബ്രേക്കിംഗ് ചെയ്തപ്പോൾ നമ്മൾ ബാക്കിയുള്ള 18 കണ്ടസ്റ്റന്റ് അല്ലെ 17 കണ്ടസ്റ്റന്റുകൾ എന്തുകൊണ്ടാണ് ജിസേലിനെ ശ്രദ്ധിക്കാൻ, ജിസേൽ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കണമായിരുന്നു, അപ്പോൾ അവരെതിർക്കണമായിരുന്നു, അല്ലെ അവർ കണ്ടെത്തണമായിരുന്നു അങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. അത് അനുമോൾ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച അനുമോളിന് ആ ഒരു രീതിയിൽ വളരെ അപ്രീസിയേഷനാണ് കൊടുക്കുന്നത്. ലാലേട്ടൻ അനുമോളെ ചീത്ത പറഞ്ഞെങ്കിൽ അത് അനുമോൾ നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ വേണ്ടി. അനുമോളിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കരച്ചിലാണ്. ഈ കരച്ചിലൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇമോഷൻസ് വരെ അത് കറക്റ്റാണ്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ഇമോഷൻസ് കാണിക്കുന്നത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ഇത് സർവൈവിങ് ഗെയിമാണ്. അപ്പോൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ അനുവിന് ഫസ്റ്റ് 5-ൽ വരാം, ഉറപ്പായിട്ട് ഫൈനലിൽ വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനി ഒരുപാട് വൈൽഡ് കാർഡ് വരാനുണ്ട്, ഒരുപാട് ആൾക്കാർ ഇനി കയറാനുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും അനുമോൾ കുറച്ച് ഈ കരച്ചിലൊക്കെ മാറ്റി വയ്ക്കണം, ബോൾഡ് ആവണം. അനുമോൾ ഈ ബോൾഡ് ആവും എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം കരയും. ഇന്നലെ ഞാൻ വിചാരിച്ച ലാലേട്ടൻ്റെ മുന്നിൽ കരഞ്ഞ് എൻ്റെ ദൈവമേ കരഞ്ഞ് മരിക്കുമെന്ന്. ആ കരച്ചിലെല്ലാം കൂടി ബിൻസി ഇറങ്ങിപ്പോയപ്പോൾ ബിൻസിയുടെ മോളിൽ കരയുന്നു. ബിൻസി എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്തിനാ കൊച്ചിങ്ങനെ കരയുന്നത്? 15 ദിവസം അയാൾ എന്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് കരയുന്നത്? അല്ലെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൂട്ടുകൂടാൻ വേണ്ടി ചെന്നേ അല്ലല്ലോ. സങ്കടം ഉണ്ടാവും, പക്ഷെ അത് കരയരുത് മാക്സിമം. ഇപ്പം അത് ഒരുപാട് വെറുത്തു പോകും. ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നോറായ വെറുത്താണെങ്കിൽ നോറ ഇത് കണക്ക് ചുമ്മാ ചിലച്ചിലാന്ന് ചിലച്ചു എന്നിട്ട് അങ്ങ് കരച്ചിൽ തുടങ്ങും. അപ്പോൾ നോറ എന്ന് പറഞ്ഞാൽ നോറ സിഗരറ്റ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ ജാഫറിൻ്റെ സീസണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നോറ. അപ്പോൾ ഈ നൂറയല്ല നോറ. അപ്പം നൂറയും എനിക്ക് തിരിഞ്ഞു, സോറി കേട്ടോ. അപ്പോൾ അനുമോൾ അതിനും ടോപ്പിൽ വരുന്ന ആര്യനാണ്. ആര്യൻ വളരെ യങ് ആയിട്ടുള്ളൊരു പയ്യനായതുകൊണ്ട് തന്നെ അവന് ടാസ്കുകളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവൻ കുറച്ചൊന്ന് ചില്ലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും ഇപ്പോൾ കുക്കിങ്ങിനായാലും കിച്ചണിലായാലും എല്ലാത്തിനും അവൻ ചില്ലായിട്ട്. പിന്നെ അതിന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അനീഷിനോട് വ്യക്തമായിട്ടൊരു ഗ്രഡ്ജ് അവൻ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവൻ ഒരു നല്ല പ്ലെയറാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഷാനവാസാണ്. ഷാനവാസ് 2-ൽ വരും. ആദ്യത്തെ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റന്റുകൾ ഏറ്റവും 2-ൽ വരുന്നത് ഷാനവാസ്. അതിന് അഭിപ്രായമുള്ളവർ പറയാം കേട്ടോ. അപ്പോൾ ഷാനവാസും അനീഷും 1-ൽ വരുന്നത് ഞാൻ അനീഷിനാണ് 1 കൊടുക്കുന്നത്. അനീഷും ഷാനവാസും തമ്മിലാണ് ഇപ്പോഴും ഒരു കോംബോ, മീൻസ് അതൊരു സ്ട്രഗിളുമുണ്ട്. അവർ തമ്മിലൊരു ഭയങ്കര മത്സരമുണ്ട്. പക്ഷേ അവർ തമ്മിലൊരു കോംബോ ഉണ്ട്. മെൻ്റലി അവർ തമ്മിലൊരു കോംബോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പരസ്പരം അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. പ്രേക്ഷകർക്കൊട്ടത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലാണ് യഥാർത്ഥത്തിൽ ആ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരം. ആവശ്യമില്ലാതെ ഷാനവാസ് ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആവശ്യമില്ലാതെ അനീഷിനെ ഉടക്കാൻ പോകുന്നില്ല, അനീഷും ആവശ്യമില്ലാതെ ഷാനവാസിനോട് ഉടക്കാൻ പോകുന്നില്ല. പക്ഷെ കൊടുക്കേണ്ടടുത്ത് 2 പേരും കട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലൊരു ഭയങ്കര ഒരു കോൾഡ് സ്ട്രഗിൾ, ഒരു കോൾഡ് വാർ പോലെ കോൾഡ് സ്ട്രഗിൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം ഏറ്റവും ടോപ്പ് സ്ഥാനത്ത് ഞാൻ കണ്ടെത്തിയത് ഇതുവരെയും ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ അനീഷിനെയാണ്. 2-മതായിട്ട് ഷാനവാസിനെ, 3-മതായിട്ട് ആര്യനെ, 4-മതായിട്ട് അനുമോളെ, 5-മതായിട്ട് ബിന്നിയെ, 6-മതായിട്ട് അഭിലാഷിനെ, 7-മത് അക്ബർ, 8 അപ്പാനി, 9 ആദില നൂറ, 10 നമ്മുടെ ജിസേൽ, 11 ഷാരിക, 12 നിവിൻ, 13 സരിക, 14 ശൈത്യ, 15 ഒനിയൽ, 16 രേണു. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് 15 ദിവസമായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അടുത്ത വീക്കിൽ ചിലപ്പോൾ ഇവരുടെ കളികളെല്ലാം മാറും. ഈ ലാസ്റ്റ് വന്ന രേണു ചിലപ്പോൾ 1-ാം സ്ഥാനത്താവാം. നമുക്ക് പറഞ്ഞുകൂടുന്നില്ല എന്താണ് ഇവരുടെ ഗെയിം എന്നൊക്കെ ഇവർക്കേ അറിയും. പിന്നെ രേണുവിന് എനിക്ക് തോന്നിയ കരുതുന്ന രേണുവിന് കളിയെന്ന് പറയത്തില്ല, എങ്ങനെയെങ്കിലും ഫെയിം അടിച്ച് എങ്ങനെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസിൽ കയറി പറ്റിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. കാരണം ഒരു കാര്യമില്ലാതെ ഇങ്ങനെ സുധിയെ വിളിച്ചിട്ട് പറയുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കളിയല്ലല്ലോ, ഗെയിം അല്ലല്ലോ. അപ്പോൾ ഗെയിമിലേക്ക് വരിക, എല്ലാവരും ഗെയിമിലേക്ക് വരിക. എന്തെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ കാശ് കൊടുത്ത് നെറ്റ് ഓൺ ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്കൊക്കെ കുറച്ച് കണ്ടന്റ് വേണം, നമുക്കൊക്കെ ഇങ്ങനെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം, എല്ലാം ഉണ്ടാവണം. അപ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ വൈൽഡ് കാർഡ്സ് ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കളി നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുക. ക്രിറ്റിസിസം ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്നെ തെറി വിളിക്കരുത്. ഞാൻ ആ തെറി വിളിച്ച ഒരു കമൻറ്റ് എൻ്റെ കയ്യിൽ 2 ഉണ്ട്. തെറി വിളിച്ചതല്ല, വളരെ മോശമായിട്ട് നീ അല്ലടി പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മറുപടി, ഒരു വലിയ നീണ്ട ഒരു എസ്സേ പോലുള്ള കമൻറ്റാണ്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് വന്നതല്ലേ, അപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ച് സംസാരിക്കരുതല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുലിക്കുട്ടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഗൈസ്, ഓക്കെ, ബൈ, ടേക്ക് കെയർ.